നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി സജി റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് നെടുങ്കണ്ടം കോടതി റിമാൻഡ് ചെയ്തത്. മെയ് 4-ാം തീയതിക്ക് ശേഷം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകമാണ്. ഒരു മാസത്തിന് ശേഷം ആ വാർത്ത പുറത്തുവരികയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. സജി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മാധു, ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിയായിട്ടുള്ള സജിയെ അല്പസമയം മുമ്പാണ് ഈ കാണുന്ന നെടുങ്കണ്ടം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ 14 ദിവസത്തേക്ക് സജിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുക. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്തായിരുന്നു വീടിന് സമീപം ഉണ്ടായിരുന്ന വനമേഖലയിൽ നിന്നും സജി പുറത്തേക്ക് വരികയും നാട്ടുകാർ ആദ്യം പിടികൂടുന്നു, അതിനുശേഷം പോലീസിന് കൈമാറുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്നിപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പീരുമേട് സബ് ജയിലിലേക്കായിരിക്കും സജിയെ മാറ്റുക. അതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം 4-ാം തീയതിക്ക് ശേഷം പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതിന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. കുറേയധികം കാര്യങ്ങൾ സജിയിൽ നിന്നും ചോദിച്ചറിയാനുണ്ട്, കുറേയധികം തെളിവുകൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കൂടിയായിരുന്നു വീടിന് സമീപത്തു നിന്നും ഈ സജിയെ കസ്റ്റഡി എടുക്കുന്നത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ വിവരങ്ങൾ സജി പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തത്. എന്തിനു വേണ്ടി കൊലപാതകം ചെയ്തുവെന്നും എങ്ങനെ കൊലപാതകം നടത്തിയെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസിനോട് തുറന്നു പറയുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് ഈ പിതാവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ്. ആ കേസ് പുനരന്വേഷിക്കാൻ പോലീസ് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഘട്ടം എന്നോണമാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഈ സജിയെ ചോദ്യം ചെയ്യാനും അതിൻ്റെ വിവരങ്ങൾ തേടാനും പോലീസ് ആലോചിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മാധു സൂചിപ്പിച്ച പോലെ തന്നെ നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകത്തിലാണ് പ്രതി ഇന്നലെ അറസ്റ്റിലാവുകയും ഇപ്പോൾ വീണ്ടും റിമാൻഡിലാവുകയും ചെയ്യുന്നത്. എന്തായാലും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിൻ്റെ കൂടുതൽ ചുരുളഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. താനും ഈ സഹോദരിയാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് പരാതി നൽകുന്നത്. ആ പരാതിയിൽ ആദ്യ ദിവസം തന്നെ പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോലീസിനെ കണ്ട് ഭയന്നോടുകയാണ് സജി. അങ്ങനെയാണ് ഈ സജിയിലേക്ക് കേസ് അന്വേഷണം നീളുകയും ചെയ്തത്. എന്തായാലും അന്വേഷണം ആരംഭിച്ച് 24 മണിക്കൂറിൽ തന്നെ പ്രതിയെ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടി കൂടിയായിരുന്നു. അല്പസമയം മുമ്പ് ഈ ക്രൂര കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് കൊലപാതകം നടത്തിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ക്രൂര കൊലപാതകത്തിന്റെ ഇരട്ട കൊലപാതകത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് നാടുള്ളത്. മാധു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതി സജിയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. നാടിനെ നടുക്കി ഇരട്ട കൊലപാതക കേസിലെ പ്രതിയാണ് സജി. മൃതദേഹം കണ്ടെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. അതിനുശേഷം സജി കുറ്റം സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ക്രൂരമായിട്ടാണ് സഹോദരിയും അമ്മയും കൊലപ്പെടുത്തിയത് എന്ന കാര്യം പോലീസിനോടും നാട്ടുകാരോടുമൊക്കെ സജി തുറന്ന് സമ്മതിക്കുകയും ചെയ്തു.